ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ചേനക്കറി ആട്ടോ. ചിക്കൻ കറീൻ്റെ ഒക്കെ അതേ ടേസ്റ്റിൽ വരുന്ന ഒരു കറിയാണിത്. ഉണ്ടാക്കാനോ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിടാം. പിന്നെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞതും അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഇത് അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയോ, ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ ഇട്ട് കൊടുക്കുക. ഇനി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇതാ നല്ല വഴന്ന് വന്നിരിക്കുന്നു. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേന ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇനി ചേനയുടെ പാകത്തിന് കറക്റ്റിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാട്ടോ ഇടണ്ടേ. എന്നിട്ട് ഒരു 2 വിസിൽ ഏകദേശം അടിക്കണം. അപ്പോഴത്തേക്ക് പാക വേവാവും. ഇനി ഇത് തുറന്നു നോക്കുക. ഇതിപ്പോൾ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ പാകത്തിനുള്ള വേവായി വന്നിരിക്കുന്നു. ഇനി നമുക്ക് വറവിടാനുള്ള ചട്ടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു 4 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വഴന്ന് വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതാ നല്ലൊരു ബ്രൗൺ കളറായി വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എന്താക്കാം, കറിയിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ദാ നമ്മളെ കറി ഇവിടെ ഉഷാറായി വന്നിരിക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ചിക്കൻ കറി ഇല്ലേ, ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റ് തന്നെ അത് വരുന്നത് ഏകദേശം. നല്ല ടേസ്റ്റാണ്. എന്തായാലും എളുപ്പത്തിൽ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ അവിടെ അവസാനിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ബൈ.